Welcome dear friends and students. ഒരിക്കൽ കൂടി കൊമേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് 2ാം വർഷ പാഠഭാഗത്തിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാനിംഗ് എന്നുള്ള പാഠഭാഗത്തിലെ കുറച്ച് ഭാഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ് തുടങ്ങിയ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ് പ്രോസസ്സ് എന്നുള്ള ഒരു പാഠഭാഗത്തെക്കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്ലാനിങ് പ്രോസസ്സ് അതല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് എന്നുള്ള ഒരു ചെറിയ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. എന്ത്, എപ്പോൾ, എങ്ങനെ, ആര് ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് കാഴ്ചപ്പാട് നൽകുന്നതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. പ്ലാനിംഗ് എന്നുള്ളത് ഒരു തീരുമാനമെടുക്കുന്ന പ്രക്രിയയാണ്. ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിംഗ്. ഇറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ആൻഡ് പ്ലാനിംഗ് ഇൻവോൾവ്സ് certain steps of which managers should follow. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ മാനേജേഴ്സ് ഫോളോ ചെയ്യേണ്ട അതല്ലെങ്കിൽ മാനേജേഴ്സ് പിന്തുടരേണ്ട ചില സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പിനെയാണ് പ്ലാനിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് പ്ലാനിംഗ് പ്രോസസ്സ് എന്ന് അറിയപ്പെടുന്നത്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രെമിസസ്, ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്, സെലക്ടിംഗ് ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫോളോ അപ്പ് ആക്ഷൻ. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സ്. പ്ലാനിങ്ങിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാനിംഗ് പ്രെമിസസ്, ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്, evaluation of alternative, selecting the best alternative and implementation follow up. സോ നമുക്ക് ഓരോ സ്റ്റെപ്പിനെയും കൃത്യമായിട്ട് പരിശോധിക്കാം. പ്ലാനിംഗ് പ്രോസസ്സിലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം, ഏതൊരു കാര്യം നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഒബ്ജക്റ്റീവ്, നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യം മുൻനിർത്തി വേണം നമ്മൾ ഏത് പ്രവർത്തനത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്ലാനിങ്ങിൻ്റെയും ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യത്തെ പ്രവർത്തനം എന്നറിയപ്പെടുന്നത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് അറിയപ്പെടുന്നത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് ഈ പിക്ചറിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി സ്മാർട്ട്, സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട്. സോ ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി സ്മാർട്ട്. സ്മാർട്ട് മീൻസ് സ്പെസിഫിക് ആയിരിക്കണം. ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് കൃത്യമായിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ഏകദേശ ധാരണയോ അസംഷൻസോ അല്ല ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് ഓൾസോ മെഷറബിൾ. നമുക്ക് കൃത്യമായിട്ട് ഇത്ര ക്വാണ്ടിറ്റി എന്ന് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മളുടെ ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ അറ്റൈനബിൾ, നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റായിട്ട് പറയുന്നത് ഈസ് റെലവൻറ്റ്. എന്താണോ നമ്മളുടെ പ്രോസസ്സ്, ആ പ്രോസസ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള, റെലവൻ്റ് ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി ഇൻ ടൈം ബൗണ്ട്. കൃത്യമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം ഒബ്ജക്റ്റീവ് എന്നുള്ളത്. സോ ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി സ്മാർട്ട് എന്ന് നമുക്ക് ചുരുക്കി പറയാം. സോ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് സ്പെസിഫൈ വാട്ട് ദ ഓർഗനൈസേഷൻ വാണ്ട് ടു അറ്റൈൻ. ഒരു ഓർഗനൈസേഷൻ നേടിയെടുക്കേണ്ടത് എന്താണോ അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പറയപ്പെടുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് ആർ ദ സെറ്റ് ഫോർ എൻറ്റയർ ഓർഗനൈസേഷൻ ആൻഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓർഗനൈസേഷനിൽ മൊത്തത്തിലൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, സെക്ഷൻസിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സിനെയൊക്കെ മുൻനിർത്തി വേണം നമ്മൾ പ്ലാനിംഗ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. So that's the first step of planning process, that is setting objective. Then the second step of planning process is developing planning premises. So planning premises refers to the various assumptions made by the managers about the future for preparation of plans. നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകങ്ങൾ അതിനെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും കണ്ടുപിടിക്കുകയും അതെന്തൊക്കെയാണോ അതിനെ ഫോർകാസ്റ്റ് ചെയ്യുകയും അത്തരം അസംഷൻസിനെയാണ്, ഫ്യൂച്ചർ അസംഷൻസിനെയാണ് ശരിക്കും പ്ലാനിംഗ് പ്രെമിസസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ പ്ലാനിംഗ് പ്രെമിസസ് മീൻസ് സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ എസ്റ്റിമേറ്റ് ഫോർ ദ ഫ്യൂച്ചർ ഫാക്ടർ അഫക്റ്റിംഗ് പ്ലാനിംഗ്. പ്ലാനിങ്ങിനെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ഘടകങ്ങൾ, നമുക്കറിയാം നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ പ്ലാനിനെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ നമ്മൾ ഇപ്പോഴേ മുൻകൂട്ടി കണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ദിസ് പ്ലാനിംഗ് പ്രെമിസസ് ആർ ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫോർകാസ്റ്റിംഗ്.
കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ, കൃത്യമായിട്ടുള്ള എസ്റ്റിമേഷനിലൂടെ, ഫോർകാസ്റ്റിങ്ങിലൂടെയാണ് നമുക്ക് ഇത്തരം പ്ലാനിംഗ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അസസ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്, പ്രിഫറൻസസ് ആൻഡ് ടേസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്ലാനിങ്ങുമായി അനുബന്ധമായിട്ടുള്ള, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് എസ്റ്റിമേഷൻ ഓഫ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, അസസ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്, നമ്മൾ ഭാവിയിലേക്കുള്ള ഡിമാൻഡ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടി വരും. അതോടൊപ്പം പ്രിഫറൻസസ് ആൻഡ് ടേസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ്, ഇതെല്ലാം കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ഘടകങ്ങളെ കൂടി മനസ്സിലാക്കാനും അതിനെ കൂടി കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും പറ്റുന്നത്. ഇത്തരം പ്ലാനിങ് അസംഷൻസ് അല്ലെങ്കിൽ പ്ലാനിങ് പ്രക്രിയകളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പല ഘടകങ്ങളെയും കണ്ടുപിടിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാനിങ് പ്രമിസസ് എന്ന് അറിയപ്പെടുന്നത്. സോ ദിസ് ഇസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിങ്, that is developing planning premises. Then the third step of planning process is identifying alternatives. നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട്. നമ്മൾക്കൊരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി, നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്താൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികൾ, ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളിൽ ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യാനുള്ളത്. So identifying alternatives means there are many ways to act upon, there are alternative course of actions. വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴി നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളിലൂടെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവിനെ നേടിയെടുക്കാൻ കഴിയും. ആ ഏതൊക്കെയാണോ നമ്മളുടെ മുമ്പിലുള്ള ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ഷൻസ് ഏതൊക്കെയാണോ, പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണോ, അതിനെ എല്ലാം കണ്ടുപിടിക്കുകയും അതിനെ എല്ലാം കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെക്കുന്ന പ്രക്രിയയ്ക്കാണ് ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയപ്പെടുന്നത്. All the possible alternatives course of action should be identified. പ്ലാനിങ് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഏതൊക്കെയാണോ നമ്മുടെ മുമ്പിലുള്ള വഴികൾ, ആ എല്ലാ വഴികളെക്കുറിച്ചും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെയൊക്കെ കണ്ടുപിടിക്കുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്. ദിസ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ്, ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്. ദെൻ ദ ഫോർത്ത് സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് ഈസ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, ഈ ഓൾട്ടർനേറ്റീവ്സിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. ഈ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും നല്ലതിനെ നമുക്ക് തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ തിരഞ്ഞുപിടിച്ച് വെച്ചിട്ടുള്ള, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികൾ, ഈ ഓരോ ഓൾട്ടർനേറ്റീവിനെ കുറിച്ചും കൃത്യമായിട്ട് പഠിക്കുകയും ഓരോന്നിൻ്റെയും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, ഒന്നുണ്ടായിരിക്കുന്ന അതേ ഗുണങ്ങളായിരിക്കില്ല ഒരു പക്ഷേ മറ്റൊരു വഴിക്ക് മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഓരോ ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നതിനെയാണ്, ഓരോന്നിനെയും കൃത്യമായിട്ട് പഠിക്കുന്നതിനെയാണ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് each alternative should be evaluated in terms of objectives to be achieved. നമ്മൾക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യത്തെ മുൻനിർത്തി ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും കൃത്യമായിട്ടുള്ള പോസിറ്റീവ് ആസ്പെക്റ്റുകളും നെഗറ്റീവ് ആസ്പെക്റ്റുകളും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് അറിയപ്പെടുന്നത്. സോ weigh the pros and cons of each alternative. Pros and cons means the merits and demerits of each alternatives. കൃത്യമായിട്ട് നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവും എടുക്കുകയും അതിൻ്റേതായിട്ടുള്ള ഓരോന്നിനെയും കൃത്യമായിട്ടുള്ള എന്തൊക്കെ ബെനിഫിറ്റുകളാണുള്ളത്, എന്തൊക്കെ ദോഷങ്ങളാണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന സ്റ്റെപ്പിനാണ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് ഈസ് സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നമ്മൾ നേരത്തെ ഡിഫറെൻ്റ് ആയിട്ട് ഓൾട്ടർനേറ്റീവ്സിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഡിഫറെൻ്റ് ഓൾട്ടർനേറ്റീവ്സിൽ ഓരോന്നിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഓൾട്ടർനേറ്റീവിൽ നിന്നും ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ്, ദാറ്റ് ഈസ് സെലക്ടിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ആൻഡ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്ലാൻ. ഇതുവരെ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുബന്ധ പ്രവർത്തനങ്ങളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയും അതിൽ നിന്നും ഓരോന്നിനെക്കുറിച്ചും കൃത്യമായിട്ട് ഇവാലുവേഷൻ നടത്തി ഏറ്റവും നല്ല മെത്തേഡിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെ പ്രാവർത്തികമാക്കുന്ന സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണോ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്, അതിനെ കൃത്യമായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന, പ്രാവർത്തികമാക്കുന്ന സ്റ്റേജാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് ആ പിക്ചറിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നും ആക്ഷനിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ്
implementation of the plan എന്ന് പറയുന്നത്. Implementation of plan means putting the plans into action. നമ്മൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ അതിനെ കൃത്യമായിട്ടും ആക്ഷനിലേക്ക് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പ്രാവർത്തികമാക്കുന്ന സ്റ്റെപ്പ് തന്നെയാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ആസ് ടു അച്ചീവ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്, ഡൂയിങ് വാട്ട് ഈസ് റിക്വയർഡ്, എന്താണോ നമ്മൾ നമ്മുടെ മുമ്പിൽ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് അതിനെ നടപ്പിലാക്കുന്ന, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, പ്രാവർത്തികമാക്കുന്ന, ആക്ഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രക്രിയയ്ക്കാണ് implementation of the plan എന്ന് പറയുന്നത്. This is the 6th stage of planning process or 6th step of planning process, that is implementation of the plan. And the last step of planning process is follow-up activities or follow-up actions. നമ്മൾ ഇതുവരെ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചു വെക്കുകയും ഏറ്റവും അവസാനമായിട്ട് ആ തീരുമാനിച്ചു വെച്ച പ്രക്രിയകളെല്ലാം നമ്മൾ ആക്ഷനിലേക്ക് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അത്തരം ഇംപ്ലിമെൻറ്റേഷൻ നടപ്പിലാക്കിയാൽ അവിടെ നിൽക്കുന്നതല്ല, അവിടെ കംപ്ലീറ്റ് ആവുന്നതല്ല പ്ലാനിംഗ് എന്നുള്ളത്. നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്തൽ നമുക്ക് ആവശ്യമാണ്. അത്തരം വിലയിരുത്തലുകൾ, അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻസിനെയാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിങ്ങിൽ ഫോളോ അപ്പ് ആക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ദ എസെൻഷ്യൽ ടു അപ്രൈസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ്, ഒരു പ്ലാനിങ് ഇഫക്റ്റീവായിട്ട് മാറണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ളത്. നമ്മൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ കൃത്യമായിട്ടാണോ മുന്നോട്ട് പോകുന്നത്, അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ നടപ്പിലാക്കിയ പ്രവർത്തനത്തെ കൃത്യമായിട്ട് ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. ദിസ് വിൽ ഹെൽപ്പ് ഇൻ ഡിറ്റക്റ്റിംഗ് ദ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ടേക്കിംഗ് റെമഡിയൽ മെഷേഴ്സ് വെൽ ഇൻ അഡ്വാൻസ്. ഇത്തരം ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഷോർട്ട് കമ്മിങ്സ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുകയും അതിനാവശ്യമായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, അതിനെ തിരുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതിനെയൊക്കെ മുൻകൂട്ടി നമുക്ക് അപ്ലൈ ചെയ്യാനും ഈ ഫോളോ അപ്പ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് സാധ്യമാവും. സോ ദിസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ്, ദാറ്റ് ഈസ് ഫോളോ അപ്പ് ആക്ഷൻ. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്, ദാറ്റ് ഈസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, developing planning premises, identifying the alternatives, evaluation of alternative, selecting the best alternative, implementation of the plan and follow-up actions. So these are the steps in planning process. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് പ്ലാനിംഗ് പ്രോസസ്സ് എന്ന് അറിയപ്പെടുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാനിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. പ്ലാനിങ്ങിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 7 സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചിരുന്നു. എല്ലാ കൂട്ടുകാർക്കും ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.